എല്ലാവർക്കും പള്ളിപ്പറമ്പിന്റെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. നമ്മൾ ഈ പൈപ്പ് ഡിഗ്രി കട്ട് ചെയ്യണത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ജോബ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ചുറ്റളവ് കണ്ട. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ ഓടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓടി വരുന്നത് 163 mm ആണ്. അപ്പോൾ 163 mm ഇൻറ്റു 3.142 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചുറ്റളവ് കിട്ടും. അപ്പോൾ 3.142 എന്ന് പറഞ്ഞാൽ അത് പൈയുടെ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ 512 നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് കിട്ടിയത്. നമുക്ക് ആ 513 എടുക്കാം. എന്നിട്ട് 513 നമ്മളിത് 4 ഈ പൈപ്പ് മേൽ മാർക്ക് ചെയ്യുക. 4 മാർക്ക് ചെയ്യാതെ നമ്മളിപ്പോൾ 4 ഭാഗമായിട്ട് മാർക്ക് ചെയ്തിട്ട് നേരെ ലൈൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ബാക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് CF × 100° ഡിവൈഡഡ് ബൈ 360 × 2 × നമ്പർ ഓഫ് കട്ട്. അതെ, CF എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുള്ള നമ്മൾ 513 മാർക്ക് ചെയ്തതിൻ്റെ 100° 90 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ 360 × 2 × നമ്പർ ഓഫ് കട്ട്. നമ്മളിത് എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്യണം, 2 4 ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ 3 കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ 46,170 ബൈ 2,160 = 21.375 കിട്ടി. നമുക്കത് 22 എടുക്കാം, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കട്ട് ബാക്ക് കേട്ടോ. അപ്പോൾ ഈ കട്ട് ബാക്ക് നമ്മളിത് മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ ഗ്യാപ്പ് 3 കട്ടിങ് പറഞ്ഞില്ല, ആ ഓരോ ഗ്യാപ്പ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയേക്കണ 22 mm എന്നുള്ളതിനെ നമ്മൾ അതിനെ 6 കൊണ്ട് ഗുണിക്കണം. അതാണ് സ്റ്റാൻഡേർഡ് റേഡിയസ്. അപ്പോൾ 22 × 6. അപ്പോൾ 132 mm ആണ് നമ്മളിത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ 4 ഇഞ്ചോ 5 ഇഞ്ചോ 6 ഇഞ്ചോ എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക്, ഫസ്റ്റ് മാർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ആവശ്യം വർക്കിനനുസരിച്ച് എങ്ങനെയാണോ അതനുസരിച്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 132 mm വെച്ചിട്ട് നിങ്ങൾ 2 ലൈനും കൂടി സെപ്പറേറ്റ് ഇടുക. കാരണം നമ്മൾ 3 കട്ടിങ്ങാണ് പറഞ്ഞത്. ഫസ്റ്റ് ഒരു കട്ടിങ്, രണ്ടാമത്തെ 132, പിന്നെ മൂന്നാമത്തെ 132. അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ ഇതും മേല് ഇനി നമ്മൾ കട്ട് ബാക്ക് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ താഴത്തോട്ട് നമ്മൾ 22 mm മാർക്ക് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ലൈനിൻ്റെ മുകളിലോട്ട് നമ്മൾ 22 mm മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ മാർക്ക് താഴത്തോട്ടാണ് ചെയ്തേക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് മാർക്ക് ചെയ്യുക. 22 mm മുകളിലോട്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിയിലോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തില്ലേ, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ അടിയിലോട്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ ഇത് കണ്ട, ഇത് താഴത്ത് മാർക്ക് ചെയ്തേക്കല്ലേ, അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ലൈനുകൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു മാർക്ക് ഇട്ടിട്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ മുകളിലാണ് മാർക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കൂടി തന്നെ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നേരെ ഇതിലോട്ട് വരക്കുക. ഇങ്ങനെ ഒരു ടേപ്പറാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു മാർക്കും ഈ മുകളിലൊരു മാർക്കും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ആ മാർക്കിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആദ്യം വരച്ച ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാച്ചളയാം. എന്നിട്ട് നേരെ കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 പീസ് കിട്ടും. നമ്മൾ 3 കട്ടിങ് ചെയ്യുമ്പോൾ 4 പീസായിരിക്കും നമുക്ക്. അപ്പോൾ അതെ, നമ്മളത് നേരെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോണേന്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.